കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ പഞ്ചായത്തിലെ കല്ലാമല എന്ന കൊച്ചു ഗ്രാമത്തിലാണ് കേരളത്തിൽ തന്നെ അപൂർവമായ 3000 വർഷത്തിലേറെ പഴക്കമുള്ള കല്ലാമല ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിഗൂഢതകൾ നിറഞ്ഞതും ആരെയും അമ്പരപ്പിക്കുന്നതുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം. പ്രകൃതി ദുരന്തത്തിലും പടയോട്ടത്തിലും പെട്ട് പൂർണ്ണമായും തകർന്നടിഞ്ഞതായിരുന്നു ഈ ക്ഷേത്രം. ആരെയും അതിശയിപ്പിക്കുന്ന അത്ഭുതകരമായ പല സംഭവങ്ങളിലൂടെയും ഗ്രാമവാസികൾ ക്ഷേത്രത്തിലെ ദേവചൈതന്യം തിരിച്ചറിഞ്ഞു. വിശ്വസിക്കുന്ന ഭക്തരെ കൈവിടാതെ കാത്തുസൂക്ഷിക്കുന്ന ഭഗവാനെ കണ്ടുതൊഴാൻ ഇന്ന് ദൂരദിക്കുകളിൽ നിന്ന് പോലും ഭക്തർ ഇവിടെ എത്തുന്നു. ഇത്രയും പുരാതനമായ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രനാളുകൾ അറിഞ്ഞാലേ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയൂ. നമോ ഭഗവതേ വാസുദേവായ. കല്ലാമല മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിയായിരുന്നു ഞാൻ. ആ സമയത്ത് ഈ ക്ഷേത്രത്തിൽ യാതൊരുവിധ അഭിവൃദ്ധിയും ഉണ്ടായിരുന്നില്ല. ദേവന് ചൈതന്യമുണ്ടെങ്കിലും മറ്റുള്ള ചുറ്റുപാടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദേവചൈതന്യത്തിൻ്റെ മാഹാത്മ്യം കൊണ്ട് ജനങ്ങൾക്കും മേൽശാന്തിയായി എനിക്കും ഒരുപാട് ഗുണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ തന്നെ മനസ്സോടുകൂടി ക്ഷേത്രത്തിലേക്ക് സോപാനം പടി സമർപ്പിച്ചിട്ടുണ്ട്. ദേവൻ്റെ ചൈതന്യം കൊണ്ടാണ് അത് വന്നത്. അങ്ങനെ ഓരോരോ ആൾക്കാരും ഇവിടെ വന്നു പ്രാർത്ഥിക്കുകയും അതിന് ഫലം കിട്ടുകയും വെച്ചടി ദേവൻ്റെ ചൈതന്യം മേൽക്കുമേൽ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നെ ഈ ക്ഷേത്രത്തിലുണ്ടായ അനുഭവങ്ങൾ. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ചോമ്പാൽ ദേശം പരശുരാമൻ തീർത്ത 32 തളികളിലൊന്നാണെന്ന് പറയപ്പെടുന്നു. ചോമ്പാൽ തളി ഒരു കാലത്ത് കേരളത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. ഒട്ടനവധി ചെറുക്ഷേത്രങ്ങളുണ്ടായിരുന്ന ഈ പ്രദേശത്തെ പ്രധാന ക്ഷേത്രമായിരുന്നു കല്ലാമല ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. മൂന്ന് മഹാനദികൾക്കിടയിലായിരുന്നു ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത്. മുക്കാളി ആവിക്കര വഴിയും അഴിയൂർ ഡോബിക്കുളം വഴിയും ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തിന് വടക്കുഭാഗത്തു കൂടെയും മഹാനദികൾ പടിഞ്ഞാറോട്ടൊഴുകിയിരുന്നു. പ്രകൃതിയാൽ ഇത്രയേറെ അനുഗ്രഹീതമായ ഈ പ്രദേശം ഒരു കാലത്ത് വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു. കല്ലാമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പിന്നോട്ട് പോകേണ്ടി വരും. ഇന്നത്തെ കല്ലാമലയല്ല, പഴയ കല്ലാമല. പഴയ കല്ലാമല ഒരു ടൗൺഷിപ്പായിരുന്നാണ് പറയുന്നത്. അറബികളും വിദേശ വ്യാപാരികളും ഈ പ്രദേശത്ത് വ്യാപാരത്തിനായി എത്തിയിരുന്നു. വലിയ തോതിലുള്ള സ്വർണ്ണ വ്യാപാരവും ഇവിടെ നടന്നിരുന്നു. ഇന്നും ഈ പ്രദേശത്തെ പല സ്ഥലങ്ങളും പൊന്നൻകണ്ടി എന്ന പേരിൽ അറിയപ്പെടുന്നു. വിദേശ വ്യാപാരികൾ പോലും ഭയഭക്തിയോടെ കണ്ടിരുന്ന ഈ ക്ഷേത്രത്തിൽ വിദേശികൾ ആനയെ നടയിരുത്തിയതായി യൂറോപ്യൻ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയുടെ രേഖകളിൽ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രേഖകളിൽ ഇന്നത്തെ ചോമ്പാൽ ചൊമ്പൈൻ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കല്ലാമല, കല്ലൻ്റെ അമൽ അഥവാ കല്ലൻ എന്ന ഭരണാധികാരിയുടെ അധീനതയിലുള്ള പ്രദേശം എന്നതിൽ നിന്ന് വന്നതാണെന്ന് പറയപ്പെടുന്നു. ഇന്നും കല്ലാക്കോവിലകം എന്ന പുരാതന നായർ തറവാട് ഇതിന് തെളിവായി ഈ പ്രദേശത്തുണ്ട്.
1982 ആദ്യം ഒരു കമ്മിറ്റി വന്നത്. അതിനുശേഷം പിന്നെ കുറച്ചു കാലം അതിൻ്റെ പ്രതിഷ്ഠയെല്ലാം മുടങ്ങിക്കിടന്നു. അത് ക്ഷേത്രം, ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്ഷേത്രം എടുത്തു. അപ്പോൾ അതിലെ പിന്നെ പ്രതിഷ്ഠ നടത്താൻ കഴിയാത്തപ്പോൾ പിന്നെ ഒരു പുതിയൊരു കമ്മിറ്റി ഉണ്ടാവുകയും 1998 പുതിയ കമ്മിറ്റി വന്നു. അങ്ങനെ 2008 ഈ വിശ്വക്ഷേത്രമാണെന്ന് കൺഫേം ചെയ്യുകയും അങ്ങനെ പിന്നെ പ്രതിഷ്ഠ അമ്പലത്തിൻ്റെ പണി തുടങ്ങി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. 2008 ജൂൺ 12 പ്രതിഷ്ഠ നടത്തി. ഒരു കാലത്ത് ആത്മീയ കാര്യത്തിൽ അത്രയൊന്നും താല്പര്യമുള്ളവർ ആയിരുന്നില്ല ഭൂരിഭാഗം വരുന്ന ഗ്രാമവാസികളും. അതുകൊണ്ടുതന്നെ ഗ്രാമത്തിലെ ദേവചൈതന്യത്തെ വേണ്ടവിധം മനസ്സിലാക്കിയതുമില്ല. പതിയെ ഗ്രാമത്തിൽ ഓരോ അനർത്ഥങ്ങൾ വന്നു. യുക്തിക്ക് നിരക്കാത്ത പല കാഴ്ചകളും ഗ്രാമവാസികൾ കണ്ടു തുടങ്ങി. ഇതിനെ തുടർന്ന് ദേവചൈതന്യം മനസ്സിലാക്കിയ നാട്ടുകാർ ക്ഷേത്രപ്പറമ്പിൽ വിളക്ക് തെളിയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ വിളക്ക് കത്തിച്ചിട്ട് ആ തിരി നനയുന്ന വെളിച്ചെണ്ണ ഉണ്ടാവും, അത്രയേ വെളിച്ചെണ്ണ ഉണ്ടാവും. ഇവിടെ അത്രയും സാമ്പത്തിക സ്ഥിതിയൊന്നും ആരടുത്തൊന്നുമില്ല. കൊടിയ ദാരിദ്ര്യത്തിൻ്റെ കാലമായതിനാൽ തെളിയിക്കാനുള്ള വിളക്കോ എണ്ണയോ പോലും കൈവശമുണ്ടായിരുന്നില്ല. ചിപ്പിത്തോടിൽ എണ്ണയൊഴിച്ച് ക്ഷേത്രപ്പറമ്പിൽ പല ഭാഗത്തായി ദീപം തെളിയിച്ചു. പിന്നെ നടന്നത് വലിയ അത്ഭുതമായിരുന്നു. ഇന്ന് ക്ഷേത്രകോവിൽ നിൽക്കുന്നിടത്ത് തെളിയിച്ച തിരി പല ദിവസങ്ങളോളം ഒരു തുള്ളി എണ്ണ പോലുമില്ലാതെ അണയാതെ നിന്നു. ഈ സംഭവത്തിന് ശേഷം നാട്ടുകാർ ക്ഷേത്രം നിർമ്മിക്കുക എന്ന വലിയ ദൗത്യമേറ്റെടുത്തു. ഇതിൻ്റെ ഭാഗമായി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രശ്നചിന്ത നടത്തുകയും പ്രശ്നചിന്തയാൽ ഇതൊരു ശിവക്ഷേത്രമാണെന്ന് വിധിക്കുകയും ചെയ്തു. തുടർന്ന് ശിവക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു. ക്ഷേത്രനിർമ്മാണം തീരെ മുന്നോട്ട് പോകാതിരിക്കുകയും കൂടുതൽ അനർത്ഥങ്ങളും ഗ്രാമത്തിലുണ്ടായി തുടങ്ങി. ഭയാനകമായ ഈ അവസ്ഥയിൽ നാട്ടുകാർ കണ്ടെത്തിയ പുതിയ വഴിയായിരുന്നു പുനർപ്രശ്ന ചിന്തനം. തുടർന്ന് പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരുടെ നേതൃത്വത്തിൽ പ്രശ്നചിന്ത നടത്തുകയും വിഷ്ണു ക്ഷേത്രമാണെന്ന് വിധിക്കുകയും ചെയ്തു. കൂടുതൽ തെളിവിനായി പറമ്പിൽ കുഴിച്ചു നോക്കിയപ്പോൾ കണ്ടത് വിഷ്ണു ക്ഷേത്രത്തിൽ മാത്രം കാണുന്ന വട്ടശ്രീകോവിലും 3 ചുറ്റുമതിലിൻ്റെ അവശിഷ്ടങ്ങളും സോപാനക്കല്ലിൽ സംസ്കൃതത്തിന് മുന്നേയുള്ള ഭാഷയായിരുന്ന വട്ടെഴുത്തിലുള്ള കുറിപ്പുകളും ഉണ്ടായിരുന്നു. സിന്ധു നാഗരികതയിലുള്ള വി ആകൃതിയിലുള്ള ഓടുകൾ ഇന്നും ക്ഷേത്രപ്പറമ്പിൽ യഥേഷ്ടം കാണാൻ കഴിയുന്നുവെന്നത് ക്ഷേത്രത്തിൻ്റെ അദ്ഭുത പാരമ്പര്യം വിളിച്ചോതുന്നു. ഒരു 16 വർഷം ഈ കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു. 10 വർഷത്തോളം ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഒരു മഹാക്ഷേത്രമായിട്ട് ഈ ക്ഷേത്രം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ നാട്ടിൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും നിദാനമായ ഈ ക്ഷേത്രം അനുദിനം അതിൻ്റെ വളർച്ചയിലേക്ക്, പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾക്ക് മനമൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഭീഷ്ട കാര്യങ്ങളൊക്കെ നടക്കും. അത് ഇവിടുത്തെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കും. ക്ഷേത്ര പരിസരത്ത് സോമയാഗം നടന്നിരുന്നതായി പറയപ്പെടുന്നു. ഈ പ്രദേശത്തെ ചില സ്ഥലങ്ങൾ സോമയാഗം നടന്ന വയൽ എന്നത് ലോപിച്ച് ചോമവയൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിഷ്ണു ക്ഷേത്രം എന്ന വലിയ ദൗത്യം ഏറ്റെടുത്ത നാട്ടുകാർ നേരിട്ടത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. ആളനക്കമില്ലാതെ കിടന്നിരുന്ന തേവറപ്പറമ്പ് പതുക്കെ ചൈതന്യത്തിലേക്ക് മാറി. ക്ഷേത്രത്തെപ്പറ്റി അറിഞ്ഞ് പല ദിക്കിൽ നിന്നെത്തിയ ഭക്തർ നൽകിയ ചെറുതും വലുതുമായ സംഭാവനകൾ കൊണ്ട് ശ്രീകോവിലും ഉപദേവാലയങ്ങളും നിർമ്മിച്ചു. വർഷങ്ങളോളം ഭക്തർ നടത്തിയ അഖണ്ഡനാമജപം ക്ഷേത്ര ചൈതന്യം വല്ലാതെ ഉയർത്തി. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായപ്പോൾ തന്ത്രിയായ തരണനെല്ലൂർ തെക്കിനിയേടത്ത് പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാകർമ്മങ്ങൾ പൂർത്തിയാക്കി. പണം ഉണ്ടാവുമ്പോൾ നമുക്ക് 11 ദിവസത്തെ നവീകരണ കലശം കഴിച്ചിട്ട് ആ ദേവൻ്റെ എല്ലാ അംഗങ്ങളോടും കൂടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾക്ക് സ്ഥലം വേണം. ഇപ്പം പരിവാര ബലിക്കല്ലുകൾ വയ്ക്കണമെങ്കിൽ അതിന് സ്ഥലം വേണം. അതൊക്കെ ഉണ്ടായിത്തീരണ്ടേ? നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം ഇവിടെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട്, ഉറപ്പുമുണ്ട്. അമ്പലവും പൂജയും കാര്യങ്ങളെല്ലാം.
മുമ്പ് ആ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് നമ്മൾ 3 ദിവസം കൊണ്ടുള്ള പ്രതിഷ്ഠയല്ലേ കഴിച്ചത്. പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ പ്രതിഷ്ഠാദിനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജൂൺ 12 ഭംഗിയായിട്ട് നടത്തണമുണ്ട്. ഇതുമാതിരി പോവുക. ഇനി നമുക്ക് സമ്പത്ത് പൈസ ഉണ്ടാവണ കാലത്ത് 11 ദിവസത്തെ നവീകരണ കലശം കഴിച്ച് ഇതിനൊരു മതിൽക്കാകൊക്കെ കണക്കാക്കിയെടുത്ത് വേണ്ട പോലെ ചെയ്യാം. ക്ഷേത്രത്തിൽ നടത്തുന്ന പല വഴിപാടുകളും ഭക്തർക്ക് വലിയ തോതിൽ ആശ്വാസം പകരുന്നതാണ് എന്നതിൻ്റെ തെളിവാണ് ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഭക്തജനത്തിരക്ക്. ഇവിടെ നടത്തുന്ന പാൽപ്പായസ വഴിപാട് മോക്ഷപ്രാപ്തിക്കും ശാപദുരിതങ്ങൾക്കും പരിഹാരമാകുന്നു. മറഞ്ഞു നിൽക്കുന്ന ഈശ്വരാധീനം മാറ്റി വിഷ്ണുപ്രീതി സമ്പാദിക്കാൻ അഷ്ടോത്തര പുഷ്പാഞ്ജലിയും പലപ്പോഴായി പല ക്ഷേത്രങ്ങളിൽ നേർന്ന് പിന്നീട് മറന്നുപോയ നേർച്ചക്കടങ്ങൾ മാറ്റാൻ ഭഗവാന് എണ്ണ സമർപ്പിക്കലും ഉത്തമമാണ്. കുടുംബ ഐശ്വര്യത്തിനായി ഭക്തർ നെയ്വിളക്ക് തെളിയിക്കുന്നത് ഇവിടെ കണ്ടുവരുന്നു. തുളസിമാല ചാർത്തൽ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിലൊന്നാണ്. അഭീഷ്ടസിദ്ധിക്ക് പാലഭിഷേകവും ബുദ്ധിശക്തിക്ക് വെണ്ണ നിവേദ്യവും സകല ദോഷങ്ങളും അകറ്റാൻ സുദർശന പുഷ്പാഞ്ജലിയും ഉത്തമമാണ്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഭക്തർക്ക് വിഭവസമൃദ്ധമായ പ്രഭാത ഭക്ഷണം നൽകി വരുന്നു. രാമായണ മാസം, നവമി, കുചേലദിനം, ഓണം, വിഷു, പ്രതിഷ്ഠാദിനം എന്നിവ ഇവിടെ വലിയ തോതിൽ കൊണ്ടാടുന്നു. ഗണപതി, ശാസ്താവ്, ദേവി എന്നീ മൂർത്തികൾ ഉപദൈവങ്ങളായ ക്ഷേത്രത്തിൽ ഗണപതി പൂജയ്ക്കും ശനിദോഷ പരിഹാരത്തിനും ദേവിപ്രീതിക്കുമായി ഒട്ടനവധി ഭക്തജനങ്ങൾ എത്താറുണ്ട്. ഒരു കാലത്ത് ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ഈ പ്രദേശം തന്നെ അറിയപ്പെട്ടിരുന്നത്. അതിവിശാലമായ ചിറ ക്ഷേത്രത്തിനുണ്ടായിരുന്നു. ചിറവക്കത്തുള്ള പീടിക അതാണ് പിൽക്കാലത്ത് ചിറയിൽ പീടികയായത്. ക്ഷേത്രത്തിന് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് സ്ഥലപരിമിതിയാണ്. ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴികൾ കിഴക്ക് ഭാഗമായാലും അല്ലെങ്കിൽ വടക്ക് ഭാഗം, ഈ നിൽക്കുന്ന വടക്ക് ഭാഗമായാലും സ്ഥലപരിമിതി വളരെ വിഷമാണ്. ക്ഷേത്രഭൂമി വലിയ തോതിൽ അന്യാധീനപ്പെട്ടു പോയതിനാൽ സ്ഥലപരിമിതി കാരണം വലിയ ബുദ്ധിമുട്ടിലാണ്. ഒരു കാലത്ത് ആനയെ നടയിരുത്തിയിരുന്ന ക്ഷേത്രത്തിൽ ഇന്ന് പ്രദക്ഷിണ വഴി പോലും അന്യാധീനപ്പെട്ടു കിടക്കുകയാണ്. ക്ഷേത്ര പരിസരത്തുള്ള ഭൂവുടമകൾ സ്ഥലം വിൽക്കാൻ തയ്യാറാണ്. വലിയ സാമ്പത്തികം വേണ്ടതിനാൽ ക്ഷേത്ര കമ്മിറ്റിക്ക് സ്ഥലം വാങ്ങാൻ കഴിയുന്നില്ല. ഉദാരമതികളായ പല ഭക്തജനങ്ങളും ചെറിയ തോതിൽ സഹായിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് വലിയ രീതിയിലെത്തിയാലേ അടച്ചുറപ്പുള്ള ക്ഷേത്രം എന്ന വിശ്വാസവും പ്രാർത്ഥനയും പൂർത്തിയാകൂ. ശക്തമായ ക്ഷേത്ര കമ്മിറ്റിയും കൈമെയ് മറന്നു പ്രവർത്തിക്കുന്ന വനിതാ കമ്മിറ്റിയും ക്ഷേത്രത്തിൻ്റെ വികസനത്തിൽ വലിയ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു. ക്ഷേത്രത്തിലെ കലാസാംസ്കാരിക സംഘടനയായ ഗായത്രി ഗ്രാമത്തിലെ കുട്ടികളുടെ കലാപരവും വിദ്യാഭ്യാസപരവുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രോത്സാഹനമായി നിൽക്കുന്നു. ക്ഷേത്രത്തിൽ തുടർച്ചയായി നടന്നു വന്നിരുന്ന സപ്താഹയജ്ഞത്തിൽ കേരളത്തിലെ പ്രമുഖരായ ഒട്ടുമിക്ക യജ്ഞാചാര്യന്മാരും പങ്കെടുത്തിട്ടുണ്ട്. ഓരോ സപ്താഹവും ഭഗവാനോടുള്ള പ്രാർത്ഥനയും സമർപ്പണവുമായി കണ്ട് മുന്നോട്ടു പോവുകയാണ് ക്ഷേത്ര കമ്മിറ്റി. പരിപാലനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കർത്തവ്യമേറ്റെടുത്തിരിക്കുന്ന കല്ലാമല ശ്രീ മഹാവിഷ്ണു ഭഗവാൻ പ്രപഞ്ച നിയന്ത്രണത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും ദേവനാണ്. സർവ്വതിലും വ്യാപിച്ചു നിൽക്കുന്ന ശ്രീ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിലേ പ്രപഞ്ചത്തിലെ കൊടിയ ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുകയുള്ളൂ. ക്ഷേത്രത്തിന് ഭൂമി സമർപ്പണം നടത്തുക എന്നത് മനുഷ്യജന്മത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യവും തലമുറകളോളം കുടുംബത്തിൻ്റെ ശ്രേയസ്സിനും ഐശ്വര്യത്തിനും ഉപകരിക്കുന്നതുമാണ്. നമ്മളാൽ കഴിയുന്ന ചെറിയ തുക സമർപ്പിച്ച് ക്ഷേത്രത്തിന് വേണ്ടി ഭൂമി വാങ്ങാനായാൽ അതൊരു ഭഗവത് സമർപ്പണമായിരിക്കും.